സമയം രാത്രി 12 മണി. നഗരത്തിന്റെ ബഹളങ്ങളിൽ നിന്നൊക്കെ മാറി തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പഴയ കുളം. എന്നാൽ രാത്രിയായി കഴിഞ്ഞാൽ ഈ ഒരു കുളത്തിന്റെ പരിസര പ്രദേശങ്ങളിലേക്ക് പോകാൻ പോലും ആളുകൾക്ക് ഭയമാണ്. കാരണം വളരെയധികം ഹോണ്ടഡ് ആയിട്ടുള്ള ഒരു കുളമായിട്ടാണ് ആ ഒരു കുളത്തിനെ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഹോണ്ടഡ് പ്ലേസുകളിൽ ഒന്നായി കണക്കാക്കിക്കൊണ്ടിരിക്കുന്ന ഹൈമാവതി പോണ്ടിനെ കുറിച്ചാണ്. എന്തുകൊണ്ടായിരിക്കാം ഹൈമാവതി കുളം എന്നറിയപ്പെടുന്ന ഈ ഒരു കുളത്തിനെ ആളുകൾ ഇത്രയധികം ഭയപ്പെടുന്നത്? ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഹൈമാവതി പോണ്ട് എന്ന് പറയുന്ന ഈ ഒരു പോണ്ടിന്റെ മിസ്റ്ററിയെ പറ്റിയിട്ടാണ് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. ഞാൻ ക്ഷണിക്കുന്നു രഹസ്യങ്ങളുടെ മാന്ത്രിക ലോകത്തേക്ക്. വെൽക്കം ബാക്ക് ടു ദ സീക്രട്ട് ബുക്ക്. ഹൈമാവതി കുളം എന്നറിയപ്പെടുന്ന ഈ ഒരു കുളത്തിന്റെ പരിസര പ്രദേശങ്ങളിലൂടെ രാത്രികാലങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ള ആളുകൾ പറയുന്നത് വളരെയധികം പാരാനോർമൽ ആയിട്ടുള്ള ഒരുപാട് ക്രീപ്പി ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ തന്നെയാണ്. ഈ ഒരു കുളത്തിന്റെ പരിസരത്തേക്ക് 12 മണിക്ക് ശേഷം എത്തുന്ന ആളുകൾക്ക് വളരെയധികം ക്രീപ്പി ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ നിലവിളി ശബ്ദവും അട്ടഹാസങ്ങളും ആ ഒരു കുളത്തിനകത്ത് നിന്ന് കേൾക്കാൻ കഴിയാറുണ്ട്. ഈ ഒരു സമയത്ത് വളരെയധികം കൂളായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം തണുക്കുന്ന രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും ആ ഒരു കുളത്തിന് ചുറ്റും ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു ഭയത്തോട് കൂടിയിട്ട് അവര് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് വെള്ള വസ്ത്രധാരിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ രൂപം ആ ഒരു കുളത്തിന് പരിസര പ്രദേശങ്ങളിലായിട്ട് നിൽക്കുന്നതായിട്ട് പല ആളുകളും കണ്ടിട്ടുണ്ട്. എന്നാൽ അടുക്കലേക്ക് ചെല്ലും തോറും ആ ഒരു സ്ത്രീയുടെ രൂപം അകന്നകന്നു പോവുകയും അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമായി പോവുകയും തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് അത്തരത്തിലുള്ള ആളുകൾക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. എന്നാൽ എന്താണ് ഈ ഒരു കുളത്തിന് പിന്നിലുള്ള യഥാർത്ഥ ചരിത്രം? ഹൈമാവതി ആരാണ്? ഹൈമാവതി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ? ഈ ഒരു ചോദ്യം നിങ്ങളിൽ പല ആളുകളുടെയും മനസ്സിൽ ഇപ്പോൾ തന്നെ ഉടലെടുത്തിട്ടുണ്ടായിരിക്കാം. പല ആളുകൾക്കും ഹൈമാവതി എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയെ പറ്റിയിട്ട് പല വിധത്തിലുള്ള കഥകളാണ് പറയാനുള്ളത്. ഇന്നും ആരാണ് ഹൈമാവതി എന്നതിന് പ്രോപ്പറായിട്ട് ഒരു ഉത്തരമില്ല എന്ന് തന്നെ സാരം. യഥാർത്ഥത്തില് ഹൈമാവതി എന്ന് പറയുന്നത് പല ആളുകളുടെയും കഥകളിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് പ്രത്യക്ഷപ്പെടാറുള്ളത്. ചില ആളുകളുടെ സംസാര രീതിയിൽ നിന്നും അല്ലെങ്കിൽ ചില ആളുകളുടെ അഭിപ്രായങ്ങൾ പ്രകാരം ആ ഒരു ക്യാമ്പസിനുള്ളിൽ അല്ലെങ്കിൽ കാര്യവട്ടം ക്യാമ്പസ് എന്ന് പറയുന്ന ഈ ഒരു ക്യാമ്പസിനുള്ളിൽ പഠിച്ചുകൊണ്ടിരുന്ന അതിബുദ്ധിമതിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥിനിയായിരുന്നു ഹൈമാവതി. എന്നാൽ മറ്റു ചിലർ പറയുന്നത് ആ ഒരു ക്യാമ്പസിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ജീവനക്കാരന്റെ മകളായിരുന്നു ഹൈമാവതി എന്നാണ്. അവളൊരു പ്രണയ നൈരാശ്യത്തിൽ പെടുകയും അതുപോലെ തന്നെ ആ ഒരു പ്രണയ നൈരാശ്യത്തിന്റെ ഭാഗമായിട്ട് അവൾ ആ ഒരു കുളത്തിനുള്ളിൽ ചാടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ആ ഒരു ക്യാമ്പസിലുടനീളം പടർന്നിട്ടുള്ള ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. അന്ന് മുതൽ ആ ഒരു പോണ്ട് ഹൈമാവതിക്ക് സ്വന്തമാണ്, അല്ലെങ്കിൽ ആ ഒരു കുളം ഹൈമാവതി ഏറ്റെടുത്തിരിക്കുന്ന ഒരു കുളമാണ്. അതിനുള്ളിൽ ഒരുപാട് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഹൈമാവതി രാത്രിയായി കഴിഞ്ഞാൽ ആ ഒരു കുളത്തിന് പുറത്തേക്ക് വന്നിട്ട് തൻ്റെ പ്രണയത്തിന് കാരണമായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ തൻ്റെ പ്രണയ നൈരാശ്യത്തിന്റെ ഭാഗമായിട്ട് ആളുകളെ കൊലപ്പെടുത്താനും അതുപോലെ തന്നെ ആളുകളെ ഭയപ്പെടുത്താനും ഒക്കെ ശ്രമിക്കാറുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് കഥകളാണ് ഇത്തരത്തിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരുപാട് കഥകൾ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നുവെങ്കിലും ഹൈമാവതി എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരുന്നതിനെ പറ്റിയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള രേഖകളോ ഒന്നും തന്നെ നമ്മുടെ ഇന്ന് വരെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇത്രയും കാലാകാലങ്ങളായിട്ട്, അതായത് ഈ ഒരു സംഭവം നടന്നിട്ട് ഇന്നേക്ക് ഒരുപാട് വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ട്, എന്നാൽ ഈ ഒരു സമയമാകുമ്പോൾ പോലും ഇത്രയധികം ഭയത്തോട് കൂടിയിട്ട് ഹൈമാവതി പോണ്ട് എന്ന് പറയുന്ന ഒരു പോണ്ടിനെ ആളുകൾ കാണണമെങ്കിൽ അതിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു സത്യം ഉണ്ടായിരിക്കില്ലേ? എന്തുകൊണ്ടായിരിക്കാം ഹൈമാവതി പോണ്ട് എന്ന് പറയുന്ന ഈ ഒരു പോണ്ടിനെ ആളുകൾ ഇത്രയധികം ഭയപ്പെടുന്നത്? തൻ്റെ തീവ്രമായിട്ടുള്ള പ്രണയ നൈരാശ്യത്തെ തുടർന്നിട്ടാണ് ഹൈമാവതി എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി ആ ഒരു കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നത്. എന്നാൽ ആ ഒരു കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തതിന് ശേഷം ഹൈമാവതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ആത്മാവ് ആ ഒരു കുളം വിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു കുളത്തിൽ തന്നെ ആ ഒരു ആത്മാവ് തങ്ങാനായിട്ട് ആരംഭിക്കുകയാണ്. ഇതിനുശേഷം തൻ്റെ പ്രണയ നൈരാശ്യത്തിന് കാരണമായിട്ടുള്ള ആളെ തപ്പിയിട്ട് എല്ലാ ദിവസവും രാത്രി 12 മണിക്ക് ശേഷം ഹൈമാവതിയുടെ ആത്മാവ് ചുറ്റിത്തിരിഞ്ഞ് നടക്കാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്.
പറയുന്നത്. ഈ ഒരു കഥ അറിയാവുന്ന ആരും തന്നെ ആ ഒരു കുളത്തിന്റെ പരിസര പ്രദേശങ്ങളിലേക്ക് പോലും പോകാറില്ല. എന്നാൽ ഇവയൊക്കെ കേവലം കെട്ടുകഥകളാണ് എന്നുള്ള രീതിയിൽ വിശ്വസിച്ചിട്ട് ഒരുപാട് ആളുകൾ ഈ ഒരു കുളത്തിന്റെ പ്രദേശങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ കുളത്തിന്റെ പ്രദേശങ്ങളിലേക്ക് ഇത്തരത്തില് കെട്ടുകഥകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് 12 മണിക്ക് ശേഷം പോയിട്ടുണ്ടായിരുന്ന ആളുകളൊക്കെ വളരെയധികം ഭയന്ന് വിറച്ചിട്ട് തിരിച്ചു വരുന്ന കാഴ്ചകളൊക്കെയാണ് പല ആളുകളും കണ്ടിട്ടുള്ളത്. അവർക്ക് പറയാനുണ്ടായിരുന്ന അനുഭവങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം ഭയപ്പെടുത്തുന്നവ തന്നെയായിരുന്നു. ചില ആളുകൾക്ക് ആ ഒരു കുളത്തിന്റെ പ്രദേശങ്ങളിൽ രാത്രി കാലങ്ങളിൽ ഇത്തരത്തിൽ പോയ സമയത്ത് അവരുടെ സംസാര ശേഷി പോലും നഷ്ടപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത്രയധികം ഭീതിപ്പെടുത്തുന്ന എന്തോ ഒരു കാര്യം 12 മണിക്ക് ശേഷം ആ ഒരു കുളത്തിന് ചുറ്റും സംഭവിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം വളരെയധികം ആളുകളെ ഭയപ്പെടുത്തുന്ന ഒന്ന് തന്നെയായിരുന്നു. ഹൈമാവതിയുടെ ആത്മാവ് ആ ഒരു കുളത്തിന് ചുറ്റും രാത്രി 12 മണിക്ക് ശേഷം കറങ്ങി നടക്കാറുണ്ട് എന്നും ആ ഒരു 12 മണിയാകുന്ന സമയത്ത് ആ ഒരു കുളത്തിനരികിൽ വരുന്ന ആളുകളെ വലിയ രീതിയിൽ തന്നെ ഭയപ്പെടുത്താറുണ്ട് എന്നതുമൊക്കെയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത്. എന്നാൽ ഇതിലൊക്കെ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? കേവലം ഒരു കെട്ടുകഥ എന്ന് പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാൻ കഴിയുമെങ്കിലും വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് കാര്യവട്ടം ക്യാമ്പസിന്റെ ഈ ഒരു ഹൈമാവതി പോണ്ട് എന്ന് പറയുന്നത് ഒരു പൊസസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ക്രീപ്പി ആയിട്ടുള്ള ഒരു ഹോണ്ടഡ് ആയിട്ടുള്ള പോണ്ടായിട്ടാണ് ഇന്നും കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തില് ഒരു പേര് അല്ലെങ്കിൽ ഒരു ഹോണ്ടഡ് പോണ്ട് എന്ന് പറയുന്ന ഒരു പേര് ഒരിക്കലും ഒരു സാധാരണ കുളത്തിന് വരില്ല. അത്രയധികം റിപ്പീറ്റഡ് ആയിട്ട് പാരാനോർമൽ എക്സ്പീരിയൻസുകൾ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലെ ഒരു പോണ്ടിന് ഹോണ്ടഡ് എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ ലഭിക്കുകയുള്ളൂ. എന്നാൽ ഈ ഒരു കാര്യത്തെ പറ്റിയിട്ടൊക്കെ ശാസ്ത്രത്തിന് യുക്തിപരമായിട്ടുള്ള ഒരുപാട് എക്സ്പ്ലനേഷൻസ് ആണ് ഇന്നുമുള്ളത്. ഈ ഒരു കാര്യത്തെയൊക്കെ സോഷ്യൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞ ഒരു രീതിയിലാണ് ശാസ്ത്രം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഇതിനു മുൻപുള്ള വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഒരു സ്ഥലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു കഥയെ പറ്റിയിട്ടോ ഒരുപാട് ആളുകളിൽ നിന്ന് നമ്മൾ കേൾക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് അതൊക്കെ യാഥാർത്ഥ്യമാണ് എന്ന് നമ്മുടെ ബ്രെയിൻ തന്നെ വിശ്വസിക്കാനായിട്ട് ആരംഭിക്കും. അതായത് നൂറ്റാണ്ടുകളായിട്ട് പാസ് ചെയ്ത് വന്നിട്ടുള്ള അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് പാസ് ചെയ്ത് പോന്നിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഹൈമാവതി പോണ്ട് എന്ന് പറയുന്ന ഒരു പോണ്ടിന്റെ ഗോസ്റ്റ് സ്റ്റോറി എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ഇത്തരത്തില് ഗോസ്റ്റ് സ്റ്റോറികൾ ഒരുപാട് ആളുകളിൽ നിന്നും ഒരേ വിധത്തിലുള്ള സ്റ്റോറികൾ കേൾക്കുന്ന സമയത്ത് ഇതിലൊക്കെ യാഥാർത്ഥ്യമുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ് എന്ന് നമ്മുടെ ബ്രെയിൻ തന്നെ ഉറപ്പിക്കുന്നു. ഇതിനുശേഷം നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മൾ അവിടെ കാണുന്ന ചെറിയൊരു മരച്ചില്ലകൾ പോലും പ്രേതത്തിന്റെ അല്ലെങ്കിൽ ആത്മാവിന്റെ കൈയായിട്ട് നമ്മുടെ മുൻപിൽ ബ്രെയിൻ ചിത്രീകരിക്കുന്നു. ഇത്തരത്തില് കാണാത്ത നിഴലുകളെ കാണുകയും കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ശാസ്ത്രത്തിന്റെ ഇതിനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് എന്ന് പറയുന്നത്. ശാസ്ത്രം ഇതിനെ വളരെയധികം സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ തിയറിയിലൂടെ ഇതൊക്കെ കേവലം മനുഷ്യന്റെ ബ്രെയിനിൽ ഉണ്ടാവുന്ന ചിന്തകളാണ് എന്ന് വിശദീകരിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു കുളത്തിനു ചുറ്റും നടന്നിട്ടുണ്ടായിരുന്ന എല്ലാ വിധത്തിലുള്ള പാരാനോർമൽ എക്സ്പീരിയൻസുകളും കേവലം മനുഷ്യന്റെ ചിന്തകളുടെ ഭാഗമാണ് എന്ന് വാദിക്കാൻ കഴിയുന്നതായിരുന്നില്ല. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ കാര്യവട്ടം ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഒരുപോലെയുള്ള അനുഭവങ്ങളാണ് രാത്രി കാലങ്ങളിൽ അവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തതായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ അവരുടെ ശരീരത്തിൽ തണുത്ത കൈകൊണ്ട് ആരോ തൊടുന്നതായിട്ടുള്ള അനുഭവവും അതുപോലെ തന്നെ ആ ഒരു കുളത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ ചെല്ലുന്ന സമയത്ത് അവരുടെ ചെവിക്കഴുകിൽ വന്നിട്ട് ആരോ വിസ്പർ ചെയ്യുന്നതായിട്ടുള്ള എക്സ്പീരിയൻസുകൾ, ഇത്തരത്തിലുള്ള ഒരുപാട് എക്സ്പീരിയൻസുകൾ കോമൺ ആയിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കേവലം മനുഷ്യന്റെ മനസ്സിന്റെ ചിന്തകളാണ് ഇതൊക്കെ എങ്കിൽ എങ്ങനെയാണ് എല്ലാവർക്കും ഒരുപോലെ ഇത്തരത്തിൽ ആരോ സ്പർശിക്കപ്പെടുന്നതായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള റെസ്പോൺസുകൾ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാവാനായിട്ട് തുടങ്ങുന്നത്? ഇതൊന്നും ശാസ്ത്രത്തിന് ഇന്നുവരെ വിശദീകരിക്കാനായിട്ട് കഴിയാത്ത കാര്യങ്ങൾ തന്നെയാണ്. ഇതിൽ നിന്ന് ഹൈമാവതി പോണ്ട് എന്ന് പറയുന്ന ഈ ഒരു പോണ്ട് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു സോള് വസിക്കുന്ന ഒരു പോണ്ടാണ് എന്നുള്ള രീതിയിൽ തന്നെയുള്ള വിശ്വാസങ്ങൾ മുന്നോട്ടേക്ക് വളർന്നു വന്നുകൊണ്ടിരുന്നു. ശാസ്ത്രം ഇത്തരത്തിലുള്ള എക്സ്പ്ലനേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും ആ ഒരു എക്സ്പ്ലനേഷൻ കൊണ്ട് നമുക്ക് ആ ഒരു പോണ്ടിന് ചുറ്റും നടക്കുന്ന എല്ലാ വിധത്തിലുള്ള സൂപ്പർ നാച്ചുറൽ എലമെന്റ്സിനെയും നമുക്ക് അളക്കാൻ കഴിയുമായിരുന്നില്ല. ചില കാര്യങ്ങൾ മനുഷ്യന് അതീതമായ രീതിയിൽ അല്ലെങ്കിൽ മാനുഷികമായിട്ട് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ആ ഒരു കുളത്തിന് ചുറ്റും സംഭവിച്ചതായിട്ട് പല ആളുകളും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവങ്ങൾ നടന്നിട്ട് ഒരുപാട് വർഷങ്ങൾ കടന്നുപോയി. ഇന്ന് കാര്യവട്ടം ക്യാമ്പസ് എന്ന് പറയുന്നത് വളരെയധികം അപ്ഡേറ്റ് ആവുകയും അന്നത്തെ കാലഘട്ടത്തിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമാവുകയും ഹൈമാവതി പോണ്ട് എന്ന് പറയുന്ന ഈ ഒരു പോണ്ട് പൂർണ്ണമായിട്ട് കഴുകി വൃത്തിയാക്കി തേകി കംപ്ലീറ്റ് ആയിട്ട് മാറ്റുകയും അതുപോലെ തന്നെ അതിനു ചുറ്റും നടപ്പാതകൾ വരികയും അങ്ങനെ കാര്യവട്ടം ക്യാമ്പസ് ഇന്ന് വലിയ രീതിയിൽ തന്നെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇതോടുകൂടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഹൈമാവതി പോണ്ടിന്റെ ഗോസ്റ്റ് സ്റ്റോറികൾക്കൊക്കെ ചെറിയ രീതിയിലുള്ള മങ്ങലുകൾ ഏറ്റിട്ടുണ്ടായിരുന്നു. പിന്നീട്
പിന്നീട് പണ്ടത്തെ കാലത്ത് ആളുകൾ ശ്രദ്ധിക്കുന്നത് പോലെ ഇന്നത്തെ ഒരു ജനറേഷൻ ഈ ഒരു ഗോസ്റ്റ് സ്റ്റോറികളെ ഒന്നും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ രാത്രി 12 മണിക്ക് ശേഷം വീണ്ടും ആ ഒരു ക്യാമ്പസിനുള്ളിലൂടെ ഹൈമാവതിയുടെ കഥകൾ കറങ്ങാനായിട്ട് ആരംഭിക്കും. കാരണം അത്രയധികം ഫേമസ് ആയിട്ടുണ്ടായിരുന്ന, ഒരുപാട് വർഷങ്ങളായിട്ട് ആ ഒരു ക്യാമ്പസിൽ പടർന്നിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റോറി ആയിരുന്നു ഇത്. അതിനാൽ തന്നെ ഒരുപാട് ആളുകൾ ഈ ഒരു സ്റ്റോറി രാത്രി കാലങ്ങളിൽ തൻ്റെ സ്റ്റുഡൻസിനോട് അല്ലെങ്കിൽ തൻ്റെ ക്ലാസ്മേറ്റ്സിനോടൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങൾ ഒരിക്കലെങ്കിലും കാര്യവട്ടം ക്യാമ്പസിൽ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈമാവതി പോണ്ട് എന്ന് പറയുന്ന ഈ ഒരു പോണ്ട് വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നാൽ വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, രാത്രി കാലങ്ങളിൽ നിങ്ങൾക്കൊപ്പം ചിലപ്പോൾ ഹൈമാവതിയുടെ ഒരു പ്രസൻസും ഉണ്ടായേക്കാം. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സീക്രട്ട് ബുക്ക് എന്ന് പറയുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള മിസ്റ്ററി ഹൊറർ കോണ്ടന്റ്സിനായിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മിസ്റ്ററി ഹൊറർ കോണ്ടന്റുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. സോ അൻറ്റിൽ ദെൻ, ഇറ്റ്സ് മീ ജസ്വിൻ ഫ്രം സീക്രട്ട് ബുക്ക്, signing off.